എല്ലാവർക്കും ഷിനൂസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഞാൻ ഷിനൂസ് സുരേന്ദ്രനാണ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കൂട്ടുകറിയാണ്. നമ്മുടെ സദ്യയിൽ പ്രധാനിയായി നിൽക്കുന്ന കൂട്ടുകറി ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മളിതിൽ പറഞ്ഞു തരുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അതൊക്കെ ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലേക്ക് പോകാം. കൂട്ടുകറി വെക്കാനായിട്ട് നമ്മൾക്ക് കടലപ്പരിപ്പ് 100 ഗ്രാം, ഞാനിവിടെ 100 ഗ്രാം ആണ് കടലപ്പരിപ്പ് എടുത്തിരിക്കുന്നത്. കടലപ്പരിപ്പ് നമ്മൾക്ക് ഒരു 2-3 മണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് വയ്ക്കുക. അതിനുശേഷം നമ്മൾക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. നമുക്കിത് കുക്കറിലേക്ക് മാറ്റാം. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമ്മൾക്ക് ഒരു വിസിൽ വരുന്നത് വേവിച്ചെടുക്കാം. കൂട്ടുകറിക്ക് ആവശ്യമായത് ഇളവൻ ഇതുപോലെ സ്ക്വയർ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്ത് വെക്കണം. അതേപോലെ തന്നെയാണ് നമ്മൾ ചേനയും കട്ട് ചെയ്ത് വെക്കണം. ജീരകം, കുറച്ച് കുരുമുളക്, കുറച്ച് തേങ്ങ, പിന്നെ വെല്ലം. കടലപ്പരിപ്പ് വെന്ത് കഴിഞ്ഞു. അതേ കുക്കറിൽ തന്നെ ചേന വേവിക്കാനിടാം. ഒരു വിസിൽ വന്ന് നോക്കാം. വെന്തില്ല എന്നുണ്ടെങ്കിൽ ഒരു വിസിലും കൂടെ ഇടാം. ഒരുപാട് വേവരുത്. കുരുമുളകും ജീരകവും ഇട്ട് കൊടുക്കുക. തേങ്ങയിട്ട് നമ്മളിതൊന്ന് ചതച്ചെടുക്കണം. അടുപ്പിൽ ഒരു പാന് വെച്ചിട്ട് ഈ വെള്ളം വന്നിട്ട് നമ്മൾ കടലപ്പരിപ്പ് വേവിക്കുന്നതിൻ്റെ ആ വെള്ളം നല്ല ടേസ്റ്റ്, ഇതും കൂടെ ചേർത്തുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് വരും. അതാണ്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഇളവൻ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ വെള്ളത്തിലാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 3/4 സ്പൂണ് മുളക് പൊടി ഇളക്കി കൊടുക്കുക. ഇതൊന്ന് തിളച്ച് വരട്ടെ. ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് തിളച്ചതിന് ശേഷം നമ്മൾക്കിതിലേക്ക് വേവിച്ച് വെച്ച കടലപ്പരിപ്പ് നമുക്കിതിലേക്ക് കൊട്ടിക്കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ആവശ്യത്തിന് ഉള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇളക്കിയതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ചേന ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കുക. സംഭവം വളരെ സിമ്പിളാണത്. നമ്മളതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഏകദേശം ഇത് വെള്ളം വറ്റാനാകുമ്പോൾ ഇതിലേക്ക് ഒരച്ച് വെല്ലം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 അച്ചാണ് ഇടുന്നത്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ആ വെല്ലം ഒന്ന് അലിഞ്ഞ് ചേരണം. ഇതിലേക്ക് ഇതിൽ ശർക്കര അരിയാൻ കുറച്ചൊരു ഇതുണ്ട്, പക്ഷെ നമ്മൾക്കിത് പൊടിച്ച് വേണമെങ്കിലും ചേർത്താം. ഇപ്പോൾ വേഗം ഇതൊന്ന് അലിഞ്ഞ് വരും. പക്ഷെ ഇത് അലിഞ്ഞതാവുന്ന നമുക്ക് കറക്റ്റായിരിക്കും. എന്താ ചോദിച്ചാൽ നമ്മുടെ ഇതെല്ലാം പച്ചക്കറികളെല്ലാം വെന്ത് കറക്റ്റ് ആകുമ്പോഴേക്കും അത് കറക്റ്റാവും. വെള്ളമെല്ലാം വറ്റാനായി ഏകദേശം. നമ്മൾ ചതച്ച് വെച്ച തേങ്ങ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ടൊന്ന് ഇളക്കുക നന്നായിട്ട്. ഇനി നമുക്ക് ഇതിനെ നമ്മുടെ ഏകദേശം വെള്ളമെല്ലാം വറ്റി റെഡി ആയിരിക്കണം. ഇറക്കി വെക്കാം. വറുത്തെടുക്കാനായി നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച ശേഷം നമ്മളതിൽ കുറച്ച് എണ്ണ ഒഴിക്കുക. കുറച്ചധികം എണ്ണ ഒഴിക്കണം. നമ്മൾ ടീസ്പൂൺ കണക്കല്ല. ഇതിൽ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ കടുക് ഇതിലിട്ട് പൊട്ടിച്ചെടുക്കാം. അതുപോലെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതേശം കുറച്ച് തേങ്ങ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ആ തേങ്ങ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. തേങ്ങ ഏകദേശം ചുവന്ന് വന്നിട്ട് ഇതിലേക്ക് ഇത് കൊട്ടിക്കൊടുക്കാം. മാറ്റി വെച്ചതിന് നന്നായി ഇളക്കി കൊടുക്കുക.
ആ തേങ്ങൻ്റെ മണവും ആ ഒരു നല്ലൊരു ടേസ്റ്റായിട്ടുള്ള നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി ഉണ്ട്, അതും കൂടെ നമ്മൾ ഫുള്ള് ഇതിൽ കൊട്ടി സെറ്റ് ചെയ്യാം. നമ്മുടെ കൂട്ടുകറി റെഡി ആയിരിക്കണം. ഇനി നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ ഇതാക്കിയിട്ട് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ കൂട്ടുകറി, അടിപൊളി കൂട്ടുകറി റെഡി ആയിരിക്കണം. കണ്ടോ, സംഭവം സെറ്റായിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ ടേസ്റ്റ് കാര്യങ്ങൾ ഒക്കെ നിങ്ങൾക്ക് അവിടെ ഫീൽ ചെയ്യാൻ പറ്റും. സംഭവം സെറ്റപ്പാണ്. എന്തായാലും ടേസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, അതിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ നാളെ വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഐ ആം ഷിനു സൂര്യനാരായണൻ, സൈനിങ് ഓഫ്. ബൈ.